സദ്ഗുരുവേ ശരണം. എല്ലാവർക്കും ലൈഫ് ഡിവൈൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഒരു ചാനലിൽ വരുന്ന കുറേ കാര്യങ്ങൾക്ക് നമ്മളിങ്ങനെ ഇപ്പോൾ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴും അവർ കുറച്ച് നമ്മളെ വിമർശിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും ഒക്കെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഇതിന് മറുപടി പറയുമ്പോൾ അത് ആരോടെങ്കിലും ഒരു വാദപ്രതിവാദത്തിനോ അല്ലെങ്കിൽ ആരെങ്കിലും കളിയാക്കാനോ വിമർശിക്കാനോ ഒന്നും അല്ല കേട്ടോ. കാരണം ഇങ്ങനത്തെ ചോദ്യങ്ങൾക്ക് ഇപ്പോൾ ശ്രീ മറുപടി പറയുമ്പോൾ ഒരുപാട് പേരുടെ സംശയങ്ങൾക്ക് ഒരു ഇത് വരുന്നുണ്ട്, സംശയ നിവാരണം വരുന്നുണ്ടെന്ന് നമ്മൾ നേരിട്ട് കണ്ടും അല്ലാതെ ഒക്കെ ആൾക്കാർ ഫീഡ്ബാക്ക് തരുന്നുണ്ട്. അപ്പോൾ പിന്നെ അവരും തന്നെ പറയുന്നുമുണ്ട് അവർ ശ്രീയോടാണ് ഇതൊക്കെ പറയുന്നതെന്ന്. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചതെന്ന് വെച്ചാൽ ശ്രീക്ക് എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ ഇഷ്ടമാണ്. അത് ശ്രീ വിശദീകരിക്കുമ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങളും നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. ഒരുപാട് നല്ല നല്ല കാര്യങ്ങളാണ് ഈ വിമർശനങ്ങൾക്കുള്ള മറുപടി കൊടുക്കുമ്പോൾ ശ്രീയിൽ നിന്ന് വരുന്നത്. അപ്പോൾ പിന്നെ എന്തായാലും ഈ ഇവർ പറയുന്ന കാര്യങ്ങൾക്ക് നമ്മൾ മറുപടി കൊടുക്കാമെന്ന് ശ്രീക്ക് സമയമുള്ളപ്പോൾ ശ്രീ അത് ചെയ്യാമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ശ്രീ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അവരൊരു വീഡിയോയിൽ രാജേഷ് നേതാജി, ചന്ദ്രബാബു ഇവരെല്ലാവരും കൂടെ ഉള്ള ഒരു ഇതാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ശ്രീയെ വീണ്ടും അവർക്ക് കളിയാക്കലും പുച്ഛിക്കലും ഒക്കെ ആണല്ലോ. അവരങ്ങനെ പല കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ശ്രീ അതിന് എന്തെങ്കിലും മറുപടി കൊടുക്കുന്നോ? സദ്ഗുരുവേ ശരണം. ഇപ്പോൾ ഈ വീഡിയോയിൽ അവരിങ്ങനെ പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും എല്ലാം ആസ്വദിക്കുന്ന ഒരു തരത്തിലാണ് അവർ അത് ഷെയർ ചെയ്യുന്ന ആ വീഡിയോ. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ അതേ നാണയത്തിൽ സംസാരിക്കാത്തത് ഇവരെ സംബന്ധിച്ച് ഇവരുടെ മാനസിക വൈഷമ്യങ്ങളിൽ നിന്നും അവരുടെ മനസ്സിൻ്റേതായിട്ടുള്ള ചില ഇറിറ്റേഷനിൽ നിന്നും അടഞ്ഞ ഒരു മനസ്സിൽ നിന്നാണ് ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നത്. അല്ലാതെ ഇപ്പം നല്ല മനസ്സോടുകൂടി ഇപ്പം നല്ല വളരെ പക്വതയുള്ള ശാന്ത സ്വഭാവത്തിലുള്ള അറിവുള്ള മെച്ചുറായിട്ടുള്ള വ്യക്തികൾ ഇതുപോലെ സംസാരിക്കില്ലല്ലോ. ആരെക്കുറിച്ചായാലും മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കില്ല. അപ്പോൾ അവരുടേതായ അപക്വമായ ഒരു മൈൻഡിൽ നിന്നാണ് അങ്ങനെ സംസാരിക്കുന്നത്. നമ്മളും അതുപോലെ നമ്മൾ സംസാരിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിനെ ശാന്തമായിട്ട് ഇവർ പറഞ്ഞത് എന്താണ്, ഇവരുടെ വയലൻസിനെ ഒന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഇവരുടെ മാനസിക വൈകൃതങ്ങളിൽ നിന്നുള്ള പരിഹാസങ്ങളെ അതേ നാണയത്തിൽ പ്രതികരിച്ച് നമ്മളിപ്പോൾ വീഡിയോയിൽ പൊതുജനങ്ങളോട് അതേ നാണയത്തിൽ പ്രതികരിച്ചാൽ നമ്മൾ തന്നെ പരിഹാസ കഥാപാത്രങ്ങളാവും. ഇതിപ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും ദേഷ്യമോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പരസ്പരം നേരിട്ടാണല്ലോ. ഇപ്പോൾ വീഡിയോയിൽ വന്ന് ഹീറോയിസം പോലെ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ ആദ്യമേ തന്നെ ഇപ്പോൾ ചന്ദ്രബാബു പല വ്യക്തികളെ കൊണ്ട് കൂടി നമ്മളെ അധിക്ഷേപിക്കുകയാണ്. അതായത് വോയിസ് ക്ലിപ്പ് പല പല വ്യക്തികളുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് പേരും നാളും ഊരും പേരും ഒന്നും ഇല്ല. ചില വ്യക്തികളുടെ വോയിസ് ക്ലിപ്പ് ഇങ്ങനെ കേൾപ്പിച്ചിട്ട് അതിന് AI പ്രോംപ്റ്റ് ആണോ എന്ന് പോലും അറിയില്ല. ഇപ്പോൾ രാജേഷ് നേതാജിയുടെ നമുക്ക് മനസ്സിലായി, മറ്റുള്ളതൊക്കെ ഇനി ഇദ്ദേഹം തന്നെ സ്വയം പടച്ചുവിടുന്നതാണോ നമുക്കറിയില്ല. അതിനകത്ത് നമ്മളെയൊക്കെ ഇങ്ങനെ വ്യക്തിപരമായിട്ട് ഓരോ വ്യക്തികൾ വന്നിരുന്ന് അധിക്ഷേപിക്കുന്നു. അങ്ങനെയുള്ള വോയിസ് ക്ലിപ്പ് ഇങ്ങനെ കേൾപ്പിക്കുമ്പോൾ ചന്ദ്രബാബു ഇങ്ങനെ ഇരുന്ന് കുലുങ്ങിച്ചിരിക്കുന്നു. അപ്പോൾ ചന്ദ്രബാബു, ഞാനൊരു സുഹൃത്തിനെ പോലെ പറയുകയാണ്, ഇങ്ങനെ കുലുങ്ങിച്ചിരിക്കുന്നതൊക്കെ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അതൊക്കെ ഒരു കോമാളിത്തരമാണ്.